കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. നമ്മളെ ഗുരുവായൂർ അമ്പലത്തിലെ ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ ദർശിക്കാൻ പോണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പ വന്നിട്ട് എല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ അലങ്കാരം എന്താ, കളപ്പം കൊണ്ടുള്ള അലങ്കാരം എന്താണ് എന്നൊക്കെ നോക്കാൻ വേണ്ടി നമുക്ക് പോവാം. ദർശനത്തിന് വേണ്ടിയിട്ട് പോവാട്ടോ. എല്ലാവരും വന്നോളൂ. നമ്മളങ്ങനെ വരുന്ന വഴിക്ക് ആ ഗോപുരത്തിൽ നിന്നൊക്കെ നല്ല തിരക്കാണേ. ഇനിയിപ്പോൾ എന്നും തിരക്ക് തിരക്ക് എന്നുള്ള വാക്ക് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ആ ഗോപുരത്തിൻ്റെ അധീനൊക്കെ ഇങ്ങനെ വന്ന് നമ്മൾ നേരെ ആ വാതിലിൻ്റെ അവിടെ എത്തി. വാതിലിൻ്റെ അവിടെ കയറുക കുറച്ചൊക്കെ ബുദ്ധിമുട്ട് തന്നെ. എന്തായാലും അവിടെ കയറുമ്പോൾ ആ ശ്രീലകത്തേക്ക് നോക്കിയാൽ ആ തിളക്കങ്ങനെ കാണാം. ആ ദിവ്യപ്രഭ ഇങ്ങനെ കാണുന്നതാണ്. നെയ്വിളക്കിൻ്റെ പ്രഭയാണ്, ഭഗവാന്റെ അവിടെ നിന്നുള്ള പ്രഭയും എല്ലാം കൂടി ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ നമുക്ക് ആ മേൽപ്പത്തൂര് നാരായണി എഴുതിയ മേൽപ്പത്തൂരിൻ്റെ അവിടേക്കൊന്ന് നോക്കിയിട്ട് ഇരുന്ന സ്ഥലത്തേക്ക് നോക്കിയിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കാം. അതും കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തൂണുമ്മിൽ ദർശനം നൽകിയ ആ ഒന്ന് നോക്കിയിട്ടേ നമുക്ക് അവിടെ കാണാം. നരസിംഹാവതാരമൂർത്തി ഉണ്ട് എന്നങ്ങോട്ട് സങ്കല്പിച്ച് അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ നോക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് അങ്ങനെ നോക്കുക. അപ്പോൾ അങ്ങനെ ഇറങ്ങുമ്പോൾ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ ശ്രീലകത്ത് ഏതാ കാല് നമ്മുടെ പൊന്നുണ്ണി കാണാൻ കാൽ തളകളൊക്കെ ഇട്ട് ഇങ്ങനെ കാണാനുണ്ട്. ഇടത്തെ കാലും വലത്തെ കാലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കണു. അതൊന്നും നല്ല രസം. ഇന്ന് 3 തലയൊക്കെ ആയിട്ട് കാണാണ്ടല്ലോ. ആ കാളിയൻ പാമ്പാണ് കേട്ടോ. വലത്തെ കയ്യിൽ ആ ഓടക്കുഴലുണ്ട്, ഇടത്തെ കയ്യിൽ കാളിയൻ പാമ്പിൻ്റെ വാലുമുണ്ട്. അത് വീഴാൻ പോകുമ്പോൾ ഒന്ന് പിടിക്കണതാണെന്നുണ്ട്, ചുരുട്ടി പിടിച്ചിട്ടുണ്ട. അപ്പം ഇന്ന് കാളിയ ദർപ്പകനായിട്ടാണ് അവിടെ കാണുന്നത്. അത് നല്ലൊരു കാഴ്ചയാണ്. അപ്പം എന്തായാലും ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ ആ ഒരു കാഴ്ച, ശ്രീലകത്തുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ട് കാളിയദർപ്പം അടക്കുന്ന കാളിയമർദ്ദകനായിട്ടാണ് കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തെ രൂപം എന്ന് പറഞ്ഞാൽ ഗോപീതിലകം പോലത്തെ 5 എണ്ണം ആയിട്ടാണ് മാല കഴുത്തിലുണ്ട്. അതുകൂടാതെ നല്ലൊരു താമരയും തുളസിയായിട്ടുള്ള നല്ല വെളുത്ത പൂവൊക്കെ ആയിട്ടുള്ള ഒരു ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട്. അതുപോലെ തെച്ചിയും തുളസിയായിട്ടുള്ള ഉണ്ടമാലയുണ്ട്. അങ്ങനെ 2 ഉണ്ടമാലകളുണ്ട്. കളഭം കൊണ്ട് പീലിയുണ്ട്. കിരീടമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പുഞ്ചിരിച്ച പ്രകൃതി. ഇന്നലെ തെറ്റി നിൽക്കുകയായിരുന്നല്ലോ, അമ്മോട് തെറ്റിയിട്ടുള്ള പ്രകൃതി ഇന്നിപ്പോൾ അമ്മേനെയും എല്ലാവരേനെയും പരിഭ്രമത്തിലാഴ്ത്തുന്ന ആ ഒരു രൂപത്തിലാണ്. പക്ഷെ ചിരിച്ചും കൊണ്ടാണ് നിൽക്കണത്. അമ്മയ്ക്കും എല്ലാവർക്കും ഒക്കെ കാളിയൻ്റെ അടുത്ത് ചെന്നപ്പോൾ ആളുടെ പേടി ഉണ്ടായിരുന്നല്ലോ. പക്ഷേ ആൾക്കെന്താ ഒരു കൂസലും ഇല്ല. ആൾ പിടിച്ച് അതിനെങ്ങനെ തലയ്ക്കിങ്ങനെ ചവിട്ടി നൃത്തം ചെയ്യുന്ന ആ പ്രതീതിയിലാണ് നിൽക്കുന്നത്. നന്നായിട്ട് ഉള്ള ആ ഒരു അവതരണമാണ് ഇന്നുണ്ടായിട്ടുള്ളത്. ഇന്ന് ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തിയാണ്. മേൽശാന്തി പുതുമന ഇല്ലത്തെ ശ്രീജിത്ത് നമ്പൂതിരിയാണ്. അതുപോലെ കളഭാലങ്കാരം ഉണ്ടായിരുന്നത് കക്കാട് കൊച്ചോദിക്കനാണ്. നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. സാധാരണ കൊച്ചോദിക്കൻ ചാർത്തുമ്പോഴൊക്കെ നല്ല രസമായിട്ടുണ്ടാവും. അപ്പോൾ ഇന്നും അത് തന്നെയാണ്. നന്നായിട്ടുള്ള ഒരു ചാർത്താണ്. ആ കാളിയമർദ്ദനെ ആണ് കാണിക്കുന്നത്. കാളിയമർദ്ദകനായിട്ടുള്ള ആ കൃഷ്ണരൂപമാണ്. അപ്പോൾ വളരെ കിങ്ങിണിയൊക്കെ ഇങ്ങനെ കുമ്പയുടെ മുകളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്, പറ്റി പിടിച്ചിട്ട്. പട്ടൊക്കെ ഇങ്ങനെ ഇതായിട്ട് നല്ലൊരു പട്ടൊക്കെ എടുത്ത് മാലയൊക്കെ കൈവളകളൊക്കെ ഇട്ട് ഇങ്ങനെ കാഴ്ച. ആ ഓടക്കുഴലും ഉണ്ട് കയ്യിൽ പിടിച്ചിട്ട്, പൊന്നോടക്കുഴൽ. നല്ലൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് കാണുക, എല്ലാവരും കണ്ട് തൊഴുതോളൂ. ആ ഗുരുവായൂരപ്പൻ്റെ ആ ഇന്നത്തെ വിശ്വരൂപം കണ്ടിട്ടേ ആ കാളിയമർദ്ദനധാരിയായിട്ട് കാണുന്ന എല്ലാവരും, മനസ്സ് എന്നെ ശ്രവിക്കുന്ന എല്ലാവരും അങ്ങോട്ട് വന്നോട്ടെ. ആ ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിലാണ് നമ്മൾ എന്ന് അങ്ങോട്ട് ചിന്തിച്ച് ഗുരുവായൂരപ്പനെ അങ്ങോട്ട് സ്മരിക്കുക. ഇനി അങ്ങനെ തൊഴുത് നമ്മളെല്ലാ വിഷമങ്ങളും അവിടെ പങ്കുവെച്ച് ഇനി നമുക്കിങ്ങനെ പതുക്കെ ഇറങ്ങാം. അങ്ങനെ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ അങ്ങനെ തിടപ്പള്ളിയിലേക്കൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ വരുമ്പോഴേ സപ്തമാതാക്കളെയൊക്കെ നോക്കി വരാം. അങ്ങനെ വിഘ്നേശ്വരൻ്റെ അടുത്ത് എത്താം. ആ വിഘ്നേശ്വരൻ്റെ അടുത്ത് എത്തിയിട്ട്
വിഘ്നേശ്വരനെ നമസ്കരിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെയും നോക്കുക. സരസ്വതി ദേവിയുടെ ഫോട്ടോത്തിലൊക്കെ മാല അണിഞ്ഞിട്ടുണ്ട്. വിളക്കിങ്ങനെ കത്തി നിൽക്കുന്നുണ്ട്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് നേരെ ഇങ്ങനെ നമ്മൾ പോരുമ്പോൾ ആ പ്രസാദം വാങ്ങാൻ മേൽശാന്തിയുടെ അവിടെ നിന്ന്. അത് കഴിഞ്ഞ് ആ കുറിയൊക്കെ തൊട്ട് ഇനി നമുക്ക് ആ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് അങ്ങോട്ട് സാഷ്ടാംഗം നമസ്കരിക്കാം. ആ ഗുരുവായൂരപ്പനോട് നമുക്ക് പറയാനുള്ളതൊക്കെ പറയാം. മുൻപെന്ന് പറയാൻ പറ്റാത്തത് മുഴുവൻ ഇവിടുന്ന് പറയാം. അങ്ങനെ സ്ത്രീകൾ മുട്ടുകുത്തിയാൽ മതി കേട്ടോ. മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ മതി. സാഷ്ടാംഗം നമസ്കരിക്കരുത്. അത് കഴിഞ്ഞ് തിരിഞ്ഞ് നമ്മളിങ്ങനെ അനന്തപത്മനാഭസ്വാമിയുടെ അവിടേക്ക് നോക്കുക. അവിടെയൊക്കെ അലങ്കാരമൊക്കെ ആയിട്ട് തന്നെയാണ് കേട്ടോ. നന്നായിട്ട് അനന്തപത്മനാഭസ്വാമീനെയും കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് പതുക്കെ ഇങ്ങനെ ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് ആ കൃഷ്ണനെയൊക്കെ കണ്ട് ഇങ്ങനെ വരുമ്പോൾ കൃഷ്ണനെ നിന്ന് തുളസിമാല ആരോ ചാർത്തിയിട്ടുണ്ട്. നന്നായിട്ട് നല്ലുണ്ട്. അത് കഴിഞ്ഞ് മുരുകൻ്റെ അവിടെയൊക്കെ ഭസ്മം കൊണ്ട് ഇങ്ങനെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. ഹനുമാൻ സ്വാമിയുടെ അടുത്തും വരാം. ഹനുമാൻ സ്വാമിയുടെ അടുത്തുമുണ്ട്. മാലകളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കുങ്കുമം ഒന്ന് കുറച്ച് കുറവായതുകൊണ്ട് എല്ലാവരും തൊട്ടെടുത്തിട്ടേ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കണ്ട് തൊഴുത് രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ട് ഓവിൻ്റെ അവിടെ എത്തി. ഇനി ഓവിൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് നേരെ അങ്ങോട്ട് ഉള്ളിലേക്ക് കടന്നാൽ ആ കൽപ്പക വൃക്ഷ ചുവട്ടിലിരിക്കുന്ന നമ്മുടെ താമരക്കണ്ണനെ നോക്കി കണ്ട് തൊഴാം. അപ്പോൾ എല്ലാവരും അതാ ശരിക്കേ അതിൻ്റെ ആ സൈഡിൽ തന്നെയാണ് കേട്ടോ. എല്ലാവരും ഇനി കാണാത്തവരുണ്ടെങ്കിൽ ആ കോവിലിൻ്റെ ഒരു അങ്ങനെ ഉണ്ടാവില്ലേ, എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മളെ കൂടൊക്കെ വെക്കണ മാതിരത്തെ ചെമ്പിൻ്റെ ആ ഇത് വെച്ചിട്ടുണ്ട് പിച്ചളുടെ. അതിൻ്റെ അധികം നേരെ അങ്ങോട്ട് നോക്കിയാൽ ആ ചുമരിൻ്റെ മുകളിലായിട്ടാട്ടോ. ഇനി കാണാത്ത ആളുകൾ ആ ഭാഗത്താണെന്ന് പറയാം. ഇന്നിപ്പോൾ അങ്ങനെ എന്നോട് പലരും ചോദിച്ചേ, അല്ല എവിടെ എങ്ങനെ നോക്കുകയാണെന്നേ. അപ്പോൾ അതങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അത് കണ്ട് കണ്ണനെ കണ്ടു. ഇനി നേരെ നമ്മൾ നൃത്താറയിലേക്ക് നോക്കിയാൽ നൃത്താറയിൽ കണ്ണൻ നൃത്തം ചെയ്യുന്നതായിട്ട് അങ്ങോട്ട് സങ്കല്പിച്ച് അവിടെയുണ്ട്. കിടാവിളക്കൊക്കെ കണ്ട് ഇങ്ങനെ പോന്നു. ഇനി കുറൂരമ്മേനെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ പോരുമ്പോൾ വടക്കേ നടയിലൂടെ നമുക്കിങ്ങനെ പുറത്തേക്ക് ഇറങ്ങാം. പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ പ്രസാദം വിതരണം ചെയ്യുന്നിടത്തൊക്കെ പ്രസാദമൊക്കെ വാങ്ങിയിട്ട് ഇനി നമ്മളെ ഭഗവതിയെ കാണാൻ പോവാം. ആ ഭഗവതിയുടെ അവിടെ എത്തുമ്പോഴും തിരക്ക് തന്നെയാണ്. എടത്തരികത്തുകാവിൽ അമ്മയെ കണ്ടു തൊഴാം. നല്ല സൗന്ദര്യവതിയായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. നല്ല അമ്മ നന്നായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ട് തന്നെ ഇരിക്കുന്നത് ഭക്തരെ കാണാനായിട്ടേ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അവിടുന്ന് അങ്ങനെ വരുമ്പോൾ മമ്മിയൂരപ്പൻ്റെ അടുത്തേക്ക് നോക്കി തൊഴാം. മമ്മിയൂരപ്പ കാത്തോളണേ എന്ന് പ്രാർത്ഥിച്ച് ഓം നമോ നമഃ ശിവായ എന്നൊക്കെ ചൊല്ലിയിട്ട് നേരെ ഇനി നമുക്ക് കൊടിമരത്തിൻ്റെ അവിടേക്ക് നോക്കാം. കൊടിമരത്തിൻ്റെ അധികം അങ്ങോട്ട് കടത്തി വിടുക വെച്ചാലൊന്ന് ആ ഉള്ളിലുള്ള ശ്രീകോവിലിനകത്തുള്ള ആ ഗുരുവായൂരപ്പ പ്രതീകത്തെ ഒന്നുകൂടിയും കാണാം. അപ്പോൾ ഒന്നും കൂടി അതിനെ പോയി നോക്കുമ്പോൾ ആ കാളിയ മർദ്ദകനായിട്ടുള്ള ആ കൃഷ്ണനെ കാണുന്നു. അപ്പോൾ ഒന്നും കൂടിയും കണ്ടു തൊഴുതു. ഇനി നേരെ നമ്മൾ കൂത്തമ്പലത്തിലേക്ക് നോക്കി തൊഴാം. അത് കഴിഞ്ഞ് അയ്യപ്പസ്വാമിയുടെ അടുത്ത് എത്തിയിട്ട് അയ്യപ്പസ്വാമിയെ കണ്ടു തൊഴാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ പ്രദക്ഷിണമായിട്ട് ഇങ്ങനെ പോന്നാൽ നേരെ പടിഞ്ഞാറ് വശത്തേക്ക് എത്തിയ ആ കൊടിമരവും ദീപസ്തംഭത്തിലൊക്കെ ഉള്ള ആ കണ്ണനെ ഒന്നുകൂടി കാണാം. വേണുഗോപാലിനെ കണ്ടിട്ട് പ്രാർത്ഥിക്കാം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. അപ്പോൾ ഇന്നും നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കണ്ടു. എല്ലാവരും കണ്ടു കേട്ടോ. ആ മനസ്സിലേക്ക് ഞങ്ങളുടെ കാളിയ മർദ്ദനെ അങ്ങോട്ട് പ്രതിഷ്ഠിച്ച് കണ്ടോളൂ. മനസ്സിലങ്ങോട്ട് ധ്യാനിച്ച ആ രൂപം മനസ്സിലങ്ങോട്ട് വന്ന ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം അങ്ങോട്ട് കിട്ടുകയായി. അപ്പം എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കുമാറാവട്ടെ. ഹരേ കൃഷ്ണ.